കാന്താരയുടെ മൂന്നാം ദിനവും ഞെട്ടിച്ചുകൊണ്ടുള്ള കളക്ഷൻ തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഭീകര കളക്ഷൻ എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനുള്ളത്. അത്രത്തോളം ഗംഭീരമായിട്ട് മലയാളി ജനത ഈ ഒരു സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് മൂന്നാം ദിനവും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 1747 ഷോകൾ ട്രാക്ക് ചെയ്തപ്പെട്ടപ്പോൾ 3 ലക്ഷം ടിക്കറ്റാണ് സിനിമയുടേതായി ഇതുവരെ വിറ്റുപോയത്. മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുപോകുന്നത് 80,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. 61% ഒക്യുപ്പൻസിയിലാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. 4,80,00,000 രൂപയാണ് ഇതുവരെ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് ഫൈനലായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5,20,00,000 രൂപയെങ്കിലും ട്രാക്കിങ്ങിലൂടെ വരും. അതായത് ഏറെക്കുറെ 5,80,00,000 രൂപ അല്ലെങ്കിൽ 6 കോടി രൂപയിലേക്ക് വീണ്ടും എത്തുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നാളെ 7 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാറും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18 കോടിയിലേക്ക് അല്ലെങ്കിൽ 18 കോടി കഴിയുന്നു 3 ദിനങ്ങൾ എന്ന് തന്നെ പറയാം. ആദ്യ ദിനം 6 കോടിയും രണ്ടാം ദിനം 5.5 കോടിക്കടുത്തും മൂന്നാം ദിനവും 6 കോടി ടച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു റെക്കോർഡായിരിക്കുമെന്ന് തന്നെ പറയാം. മണിക്കൂറിൽ 80,000-ന് മുകളിൽ ടിക്കറ്റ് വിറ്റുപോകുമ്പോൾ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ പോവുകയാണ്. 2 ദിനം കൊണ്ടുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനം 89 കോടിയാണ് നേടിയതെങ്കിൽ രണ്ടാം ദിനം സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞത് 159 കോടി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണേലും ആ ഒരു കളക്ഷൻ കഴിഞ്ഞ് ഇന്ന് 200 കോടി കടക്കുന്ന ദിനമായി എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം എല്ലാ സ്ഥലങ്ങളിലും അത്രത്തോളം തിരക്കാണ് ഈ ഒരു സിനിമയ്ക്ക്. അതിമനോഹരമായിട്ടുള്ള ഒരു കാവ്യം പോലെയുള്ള ചിത്രമായിരിക്കുന്നു ഇത്. 158 കോടിയുടെ പോസ്റ്ററാണ് കൂടുതലും വരുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മൾ കാത്തിരിക്കുന്നു ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്. എന്താണേലും 150 കോടി എന്നുള്ള റേഞ്ചിൽ തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നതുമാണ്. എന്നാലും ഇനിയും ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ 200 കോടി 220 കോടി റേഞ്ചിൽ അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് എത്തും. നാളെ കൊണ്ട് സിനിമ 250 കോടിക്ക് മുകളിലെത്തും. കാന്താര നിറഞ്ഞാടുക തന്നെയാണ്. എല്ലാം കൊണ്ടും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെയാണ് സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത്. അത്ര മനോഹരമായിട്ട് തന്നെയാണ് തിയേറ്ററുകളിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഈ സിനിമ, സിംഹഭാഗം തിയേറ്ററുകളിലും ഈ സിനിമ വിഴുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ഓവർസീസിൽ അത്ര മനോഹരമല്ല സിനിമയുടെ കാര്യങ്ങൾ. ആകെ രണ്ടാം ദിനവും 10 കോടിയോളം മാത്രമാണ് നേടിയത്. 1000 കോടിയിലേക്കുള്ള ആ ഒരു യാത്ര എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം സിനിമ 500 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽസലാം.